ഹലോ ഡിയേഴ്സ്, ഒരു അഡ്വർടൈസ്മെന്റ് ജിംഗിൾസിന്റെ ക്വസ്റ്റ്യൻ ചെയ്താലോ? നോക്കിക്കോളാം, എന്താണ് അഡ്വർടൈസ്മെന്റ് ജിംഗിൾ? അഡ്വർടൈസ്മെന്റ് ജിംഗിൾ എന്ന് പറഞ്ഞാൽ പരസ്യവാചകത്തിന് നമ്മൾ എന്ത് പറയുന്നത്? അഡ്വർടൈസ്മെന്റ് ജിംഗിൾ എന്ന് പറയുന്നത് അത് ഭയങ്കര ഷോർട്ട് ആയിട്ടുള്ള പരസ്യവാചകമായിരിക്കണം, പിന്നെ ഭയങ്കര കാച്ചി, ഭയങ്കര റിതംസ് ഒക്കെ ഉള്ള ഒരു താളത്തിലുള്ളതായിരിക്കണം. അതുപോലെ എന്ത് ചെയ്യണം? മേക്ക് പീപ്പിൾ റിമെമ്പർ ദ പ്രൊഡക്റ്റ് ഈസിലി. ആ ഒരു പ്രൊഡക്റ്റിന്റെ സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, അഡ്വർടൈസ്മെന്റ് ജിംഗിൾ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മുടെ കസ്റ്റമർക്ക് എത്രയും പെട്ടെന്ന് ഭയങ്കര ഈസി ആയിക്കൊണ്ട് ആ പ്രൊഡക്റ്റിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലായിരിക്കണം എന്തുണ്ടായിരിക്കേണ്ടത്? അതിന്റെ അഡ്വർടൈസ്മെന്റ് ജിംഗിൾ ഉണ്ടായിരിക്കേണ്ടത്. സാറ് കുറച്ച് അഡ്വർടൈസ്മെന്റ് ജിംഗിൾസിന്റെ എക്സാമ്പിൾ പറഞ്ഞുതരാം. സോ കിറ്റ്കാറ്റിന്റെ അഡ്വർടൈസ്മെന്റ് ജിംഗിൾ എന്താണ്? ഹാവ് എ ബ്രേക്ക്, ഹാവ് എ കിറ്റ്കാറ്റ് എന്ന് പറയുന്നത് അതാണ് നമ്മുടെ കിറ്റ്കാറ്റിന്റെ എന്ത് ഒരു അഡ്വർടൈസ്മെന്റ് ജിംഗിൾ. കൊക്കക്കോളയുടെ അഡ്വർടൈസ്മെന്റ് ജിംഗിൾ എന്താണ്? ടേസ്റ്റ് ദ ഫീലിംഗ് എന്നുള്ളതാണ് കേട്ടോ. പിന്നെ KFCൻ്റെത് ഇറ്റ് ഇസ് ഫിംഗർ ലിക്കിൻ ഗുഡ് എന്ന് പറയുന്നുണ്ട്. പിന്നെ നൈക്കിനത് ജസ്റ്റ് ഡു ഇറ്റ്. ഇതൊക്കെയാണ് അഡ്വർടൈസ്മെന്റ് ജിംഗിൾസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ എക്സാമിന് ചോദിക്കാൻ ഒന്നെങ്കിൽ അഡ്വർടൈസ്മെന്റ് ജിംഗിൾസ് ചോദിക്കും, അതല്ലെങ്കിൽ പ്രൊമോഷണൽ ടാഗ്ലൈൻസിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കും. എന്തായാലും ചോദിക്കാൻ 50-50 ചാൻസ് ഉണ്ട്. ശരിക്കും പഠിച്ചോ, 4 മാർക്കിന്റെ ഒരു കണ്ടന്റ് ആണ്. സംടൈംസ് അത് 2 മാർക്കിനും ചോദിക്കാറുണ്ട്. എന്തായാലും പഠിച്ചു വെച്ചോ, സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.